Hello guys, welcome back to my channel Dazzling Lotus. This is Shamsia with you guys and I'm back with another video. This video is going to be a Temu haul. Actually, I have been restocking some stuffs for my journaling purpose and other vlogging and studio setup. So, this video is a haul. So, let's get into the video without any further ado. ഞാൻ ഈ ജേർണലിംഗ് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം രണ്ട് ആക്സസറി വാങ്ങിയിട്ടുണ്ടായിരുന്നു ലൈക്ക് ദിസ് ഇയറിങ്സ് സ്റ്റാക്ക് ഓഫ് ഇയറിങ്സ് ആൻഡ് ദിസ് ഫിംഗർ റിങ്. നമുക്ക് ആദ്യം ഈ ഫിംഗർ റിങ് നോക്കാം, എങ്ങനെയുണ്ട് ഈ ഫിംഗർ റിങ് എന്നുള്ളത്. ഞാനിത് ആക്ച്വലി എല്ലാം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ബിഫോർ ഐ ഡു ദ വീഡിയോ. ഇത് ഓക്കെയാണ്. ഞാനിതൊരു സൂഫി റിങ്ങിൻ്റെ ഒരു പോലൊക്കെ തോന്നിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. പക്ഷെ ഇത് അത്ര കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ, ലൈക്ക് ഹൗ ടു സേ ഓക്കെയാണ്. ലൈക്ക് ഇവിടെ ഇടാം, ഇവിടെ ഇടാം. സോ ബേസിക്കലി ഐ ഓർഡർഡ് സൈസ് 9. സോ എനിക്ക് എൻ്റെ എല്ലാ ഫിംഗേഴ്സും ഇത് ഇടാം എക്സെപ്റ്റ് ദ പിങ്കി. ബട്ട് ഐ ലൈക്ക് ദിസ് ഫിംഗർ or this finger. I think go on this finger also. I mean, looks good. Okay. നമുക്കിത് ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് വൺ നേരത്തെ കാണിച്ച പോലെ ഈ സ്റ്റാക്ക് ഓഫ് ഇതാണ്, ഹൂപ്പ് ഇയറിംഗ് ആണ്. ആക്ച്വലി 4 pairs ഉണ്ട്, വിച്ച് ഇസ് ക്വൈറ്റ് ഗുഡ് ഫോർ മൈ പിയേഴ്സിങ്. ആക്ച്വലി എനിക്ക് പിയേഴ്സിങ് ഉണ്ട്, സോ it's good to put for that piercing. ഞാൻ ഒരെണ്ണം ആക്ച്വലി ഇട്ട് നോക്കാം, ഹൗസ് ഇറ്റ്. എൻ്റെ ഏറ്റവും താഴത്തെ പിയേഴ്സിങ്ങിൽ ഇറ്റ്സ് ഗുഡ്. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ഗുഡ്. നെക്സ്റ്റ് നമ്മുടെ വ്ളോഗിങ് പർപ്പസിനും അതുപോലെ റാൻഡം സ്റ്റഫ് ലൈക്ക് ജേർണലിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നെക്സ്റ്റ്. ആക്ച്വലി ക്യാമറ ഞാൻ താഴോട്ടാക്കാം, അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് എനിക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ആക്ച്വലി. നമുക്ക് ഈ കുറേ കാലമായിട്ട് ഞാൻ പല ഷെൽസ് അത് ഇതൊക്കെ കളക്ട് ചെയ്ത് ലൈക്ക് ആക്സസറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് to make hole in them, and I have to literally struggle with drilling them. So അപ്പോൾ ഇതൊരു USB പോർട്ടുള്ള ഒരു mini drilling machine ആണ് with all these drilling nails. ഇതിന് വേറെ എന്തോ ഒരു പേരും കൂടി പറയും, but all these drilling nails. സോ ഏറ്റവും മൈന്യൂട്ട് ഡ്രില്ലിംഗ് നെയിൽ ഇതിലുണ്ട്. ജസ്റ്റ് യു നീഡ് ടു ഞാനിത് വർക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ജസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എ number of needle you want, and then I guess you just open and attach it here. Okay, and then just take your power bank. Where is the power bank? Your power bank. And then attach it to the power bank and then just switch that on. I guess അങ്ങനെയാണെന്നാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. എനിവേസ് ഞാനൊരു നെക്ലസ് മേക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ നമുക്കിതിൻ്റെ ആക്ച്വൽ വർക്കിംഗ് നോക്കാം. ഇപ്പോൾ ദിസ് ഈസ് എ പ്രോഡക്റ്റ്, നെക്സ്റ്റ് പ്രോഡക്റ്റ് വാട്ട് ഐ ബോട്ട് ഫ്രം Temu, and which is I feel it's a great purchase. So the next one is again ഈ ജേർണലിംഗ് പർപ്പസിന് വേണ്ടി സ്റ്റോക്കപ്പ് ആക്കിയിട്ടുള്ള സാധനമാണ്. ഇതെല്ലാം ഇനി അപ്കമിങ് വീഡിയോസിൽ യു വിൽ സീ ജേർണലിംഗ് പർപ്പസിന് വാങ്ങിയിട്ടുള്ളതാണ്. ദിസ് ഈസ് ദ ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ് സ്റ്റാമ്പിംഗ് തിങ് which has all these stuff and this stamping ink. So basically what you do is while you're doing your journaling, you just need to take like this, and like if you want the letter V, just take this and dip here and put on your journaling
പേജ്. സോ ബേസിക്കലി അങ്ങനെയാണ്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. സോ എന്തായാലും അപ്കമിങ് വീഡിയോസിൽ യു വിൽ സീ മീ യൂസിങ് ദിസ്. അതുപോലെ ലൈക്ക് വാട്ട് 3 dirham 4 dirham എന്നുള്ള ആ ഒരു റേഞ്ചിൽ ഐ ഹാവ് ഗോട്ട് quite few stuffs actually. Like this one. See, like vintage paper cutting പോലത്തെ സാധനമാണിത്. I'll show you, just open ആക്കിയിട്ട് I'll show you. See this? So pretty, so nice. അതുപോലെ ഒരു തീം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതായിരിക്കും. See this one, this is a different one again. പോസ്റ്റ് കാർഡ് എന്നൊക്കെ എഴുതിയിട്ട്, ഇപ്പോൾ ട്രാവൽ ജേർണലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ഇതായിരിക്കാം, എനിത്തിങ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി, വാട്ട് യു ആർ ഡൂയിങ്. സോ ഐ ഫീൽ ഇതെല്ലാം ലൈക്ക് സ്റ്റീൽ ഡീലിൽ കിട്ടിയതാണ്. അധികം പൈസ ഒന്നും ആയിട്ടില്ല, സിൻസ് ഇറ്റ്സ് ടീമു. ഇതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട്, ലൈക്ക് ദിസ് സ്റ്റിക്കി നോട്ട്. ദെൻ ദീസ് ആർ ദ സ്റ്റിക്കേഴ്സ്. ലൈക്ക് ഞാനൊരു പേർപ്പിൾ തീമിലുള്ള സ്റ്റിക്കേഴ്സാണ് ചൂസ് ചെയ്തത്. ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ടീമിൽ ആക്ച്വലി. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആക്ച്വലി ഇടാം, ഇഫ് യു വോണ്ട് ടു ചെക്ക് ഔട്ട് ദിസ് പ്രോഡക്റ്റ് സ്പെസിഫിക്കലി. അപ്പോൾ അതാണ് ജേർണലിംഗ് പേർപ്പസിൻ്റെ സാധനങ്ങൾ. പിന്നെ ഞാൻ വൺ മോർ തിങ് ഇസ് ദെയർ, ആക്സസറി. ദ നെക്സ്റ്റ് വൺ ഒന്നുമില്ലേ, ഇത് ഞാൻ എപ്പോഴോ ഒരു പ്രാവശ്യം ഞാനൊരു ഓർഡർ ചെയ്തപ്പോൾ അതിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കമ്മൽ. സോ ഐ തോട്ട് ഇറ്റ്സ് എ പെയർ, ബട്ട് ഓൺലി 1 piece കെയിം. അപ്പോൾ അതിന് പെയറിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അഗെയിൻ ഒരു കമ്മൽ. നെക്സ്റ്റ് വൺ ഇസ് മൈ ഫോൺ കേസ്. ദിസ് ഫോൺ കേസ് ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിക്കാൻ തുടങ്ങി, ബട്ട് ദിസ് വൺ ലുക്സ് വെരി ഗുഡ്. ദിസ് വാസ് ഓൺ സെയിൽ ഫോർ 3 dirham or 4 dirham, so I just grabbed it. I love leopard print, so I just grabbed it. So next one again ജേർണലിംഗ് പേർപ്പസിന് വേണ്ടി തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യാനോ അതുപോലെ പിക്ക് ചെയ്യാനോ. ഇപ്പോൾ ലൈക്ക് ASMR വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഈവൻ ദിസ് ഈസ് ഓൾസോ ഐ ഗോട്ട് ആൻ ലൈക്ക് എ ഗുഡ് ഡീൽ. ഇതിൽ ചിലതൊന്നും എനിക്ക് അറിയില്ല എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ബൈ ദ വേ, ഈവൻ ഐ എം ലൈക്ക് ലേണിംഗ് ജേർണലിംഗ്, സോ I have to figure it out. But yeah, even this is also for journaling purpose. Next one, again like end of day today purpose nu vendi vaangittullana. This is like a face. Idana thorkani. This is like a face towel cum mask എന്നൊക്കെ പറയാം. See like that. ഇറ്റ്സ് ദേ. ലൈക്ക് നമുക്കിങ്ങനെ ഇതെല്ലാം തുറന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ണിൽ വെക്കാതെയോ കണ്ണിൽ വെച്ചോ ഒക്കെ ചെയ്യാൻ പറ്റും. മൂക്ക് വേണമെങ്കിൽ ഇങ്ങനെ തുറക്കാം. ഇത് ഐസ് ക്യൂബ്സിൽ ഡിപ്പ് ചെയ്തിട്ട് യു ഹാവ് ടു, ഈ ഐസ് ബക്കറ്റ് അല്ലെങ്കിൽ ഐസ് ഡിപ്പ് എടുക്കില്ലേ ഫേസിന് വേണ്ടിയിട്ട്, അതിന് പകരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതിങ്ങനെ എടുത്ത് മുഖത്തോട്ട് വെച്ച് ചെവിയിൽ ഇത് ടക്കിങ് ചെയ്യുക. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഷോർട്സ് വീഡിയോ ഐ വിൽ അപ്ലോഡ് സൂൺ. And I'll let you know എന്താണ് ഇതിൻ്റെ റിവ്യൂ എന്നുള്ളത്. ബട്ട് യാ അഗെയിൻ ദാറ്റ് ഇസ് ദെയർ. ഇനി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒന്നും ഇല്ല. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് ഈസ് ലൈക്ക് എ ടേണിങ് ടീ ലൈറ്റ് ഹോൾഡർ. ലൈക്ക് ഇതിങ്ങനെ നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ ഇതിങ്ങനെ ടേൺ ആവുമെന്നാണ് അവർ ഇതിൽ എഴുതി കണ്ടത്. ഓൾ ഓഫ് ദാറ്റ്. ലെറ്റ്സ് സീ ഇഫ് ദാറ്റ് ഈസ് കറക്റ്റ് ആൻഡ് ഇറ്റ് വർക്ക്സ്. ഓക്കെ, സാധനം കാണാൻ നല്ല പ്രെട്ടിയാണ്, പക്ഷെ നമുക്ക് നോക്കാം ഇത് വർക്കാവോ എന്നുള്ളത് നോക്കാം ഫസ്റ്റ്. സോ ജസ്റ്റ് ലൈക്ക് എടുക്കുക, കാണുന്നുണ്ടോ, ഈ ഹുക്കിൽക്കിടുക ഇങ്ങനെ. ഓക്കെ, ആൻഡ് ദെൻ ഈ ഹുക്കിലോട്ടിടുക. ദാറ്റ്സ് ഇറ്റ്. ഉണ്ടല്ലേ? ഓക്കെ, കത്തിച്ചിട്ടുണ്ട്. ഇല്ലാതെ തന്നെ ഇത് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെരി 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 പ്രിറ്റി, വെരി വെരി പ്രിറ്റി സ്റ്റഫ്. ഇതെനിക്ക് വളരെ ചെറിയ പൈസക്കാണ് കിട്ടിയിട്ടുള്ളത്. ഐ തിങ്ക് 16 or 18 dirhams. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് എ വെരി എസ്തെറ്റിക്കലി പ്ലീസിങ് സ്റ്റഫ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. വെരി ഗുഡ് സ്റ്റഫ്. 5 out of 5.
എല്ലാ വീട്ടിലും അത്യാവശ്യമായ ഒരു സാധനമാണ്. എന്തെങ്കിലും ഗസ് ഉണ്ടോ? പ്ലീസ് കമൻറ്റ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് എന്തെന്ന്? നമ്മുടെ എല്ലാവരും വീട്ടിലുള്ളതാണ് ഈ കട്ടിംഗ് ബോർഡ് പ്രശ്നം. അത് വുഡ് ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, 2-3 യൂസിന് ശേഷം അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറുന്നതാണ്. കളറ് അല്ലെങ്കിൽ ഒരുമാതിരി കറുത്ത ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ചും കൂടി വലുതാവുമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഇത് പക്ഷേ കുഴപ്പമില്ലാത്ത സൈസാണ്. ഐ എം പ്ലാനിങ് ടു ബൈ ഇതിൻ്റെ ബിഗർ ഓൾസോ. ലൈക്ക് ഇപ്പോൾ ബിരിയാണി അല്ല അങ്ങനത്തെ ചിക്കൻ കറിയൊക്കെ ഇതാക്കുമ്പോൾ കൂടുതൽ കട്ടിങ് ഉണ്ടാകുമ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ദിസ് ഡസ് എ ഗുഡ് ജോബ്. ബട്ട് വലുത് വേണമെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെയും വലുത് ഉണ്ട്, അവൈലബിൾ ആണ് ടീമോയിൽ. സോ ഇഫ് യു വോണ്ട് യു ക്യാൻ ഗോ ഫോർ ദ ബിഗ് വൺ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അപ്പോൾ യു ഗൈസ് ക്യാൻ ചെക്ക് ഔട്ട്. ഇതാണ് ഗൈസ് ആ ലാസ്റ്റ് ഐറ്റം. ഇത് ടേബിൾ ടോപ്പിൻ്റെ മേലെ വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരു മൗണ്ടിങ് റിംഗ് ലൈറ്റ് ട്രൈപോഡാണ്. ഭയങ്കര യൂസ്ഫുള്ളായ സ്റ്റഫാണ്. ഇതും ഞാൻ ടീമിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഞാൻ ആദ്യം എടുത്തിട്ട് അത് സെറ്റപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു റിംഗ് ലൈറ്റാണ്. നല്ല ഫില്ലിങ്ങൊക്കെ ഉള്ള ലൈറ്റാണത്. പിന്നെ അതിന് 2 ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അതിൽ. ഓൾ ടൈപ്പ് ഓഫ് സ്ക്രൂസ് ആൻഡ് എവറിത്തിങ്. നമുക്കിത് സ്ട്രെയിറ്റ് ആക്കിയിട്ടും വെക്കാം, അതുപോലെ ഇങ്ങനെ താഴ്ത്തി നമുക്ക് ടേബിളിൽ ഫ്ലാറ്റായിട്ട് ലേ ചെയ്യുന്ന കാര്യങ്ങൾ റിംഗ് ലൈറ്റ് ഫില്ല് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യുക. അവിടെ ഒരു കൺട്രോളിങ് പാനലുണ്ട്. അതിൽ ഓൺ ഓഫ് പ്ലസ് മൈനസ് ലൈറ്റ് മാറ്റാനുള്ള എല്ലാ ഇതുകളുണ്ട്. ലൈക്ക് I think 3 types of degree of light is there, and orange and white light. ഒരു അടിപൊളി പർച്ചേസാണ്. ഐ തിങ്ക് 50 or 60 dirhams I paid for this. അപ്പോൾ അതാണ് ലാസ്റ്റ് ഐറ്റം. അപ്പോൾ അതാണ് ഗൈസ്, ദാറ്റ് വാസ് മൈ ടീമു ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. ഇനിയിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഐ വോണ്ട് പോസ്റ്റ് വീഡിയോസ് ടു ദ ചാനൽ. സോ ബി വിത്ത് മീ ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് പേഷ്യൻസ് ദാറ്റ് ഇറ്റ്സ് ബീൻ ലോങ്. ലൈക്ക് ഞാൻ ഒരു ലെങ്തി വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട്. സോ ഐ എം ഹോപ്പിംഗ് ടു ബി കൺസിസ്റ്റൻറ്റ് വിത്ത് മൈ പോസ്റ്റിംഗ് habit. So until next time, this is Shamsiani signing off. Take care. Bye bye.